മനസ്സിലാവും. അബ്രഹാമി ദർശനത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതമേ, നിന്റെ ലക്ഷ്യം ക്രിസ്തുവാണ്. അവിടെ നിനക്ക് എത്തിച്ചേരാനുള്ളത്. നീ കടന്നു പോകേണ്ട രണ്ട് ഇടത്താവളങ്ങളാണ്. ഒന്ന് ദാവീദ്, മറ്റൊന്ന് ബാബേൽ പ്രവാസം. ഇതിന്റെ ഒരു വ്യാഖ്യാനം കമ്പിവാക്കൾ പോലെ പറയാം. ദാവീദ് എന്തിനെ കാണിക്കുന്നു? കറക്ഷൻസ്, തിരുത്തലുകൾ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീതീകരിക്കാതെ കണ്ണുനീര് കൊണ്ട് കഴുകി നഷ്ടമായി പോയതിനെ തിരിച്ചെടുക്കുന്നതാണ് ദാവീദ്. മനസ്സിലായോ? നീ ക്രിസ്തുവിന്റെ ദർശനം കണ്ട് ഇറങ്ങിയവനായാലും, അബ്രഹാമിയ വിശ്വാസം പിടിച്ചിറങ്ങിയവനായാലും, മനഃപൂർവ്വമല്ലാതെ ആയാലും നിനക്ക് തെറ്റുകൾ വന്നാൽ നീ ദാവീദിനെ പോലെ അലമുറയിട്ട് കരഞ്ഞ് അത് തിരികെ പ്രാപിക്കണം. അബ്രഹാം മുതൽ ദാവീദ് വരെ. അത് കഴിഞ്ഞ് ബാബിലോൺ പ്രവാസം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ലഭിക്കുന്ന ബാലശിക്ഷയാണ്. ബാബിലോണിൽ നിന്ന് പുറപ്പെട്ട ജനം പിന്നീട് ബാബിലോണിന്റെ സമ്പ്രദായം പ്രാക്ടീസ് ചെയ്താൽ ദൈവം ജനത്തിന് കൊടുക്കുന്ന ബാലശിക്ഷയാണ് ബാബേൽ പ്രവാസം. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിന്നെ കറക്റ്റ് ചെയ്ത് തിരുത്തി നിന്നെ വീണ്ടും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ബാബിലോൺ ശിക്ഷയുടെ പൊരുൾ. അതിന്റെ ശിക്ഷയിൽ നീ മുഷിയെ നിന്നെ നന്നാക്കി എടുക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ബാബിലോൺ പ്രവാസികളെ മടക്കി വരുത്താൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ പ്രസംഗം ഒത്തിരി ദീർഘമാക്കുന്നില്ല. അതിന്റെ ഫിനിഷിംഗ് പോയിന്റിനെ കുറിച്ച് ഒരൊറ്റ വാരം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ക്രിസ്തുവോളം ഈ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകൾ വായിച്ചാൽ യേശു ക്രിസ്തുവിനെ ഇത്ര ഉയർത്തിയിട്ടുള്ള ഒരു അപ്പോസ്തലൻ വേറെയില്ല. ക്രിസ്തു എന്ന തലയോളം എന്ന് അദ്ദേഹം പറയുന്നു. വൈസല്ലോ ക്രിസ്തു എന്ന തലയോളം. ഒരു കൊച്ചു ചോദ്യം കൂടെ നിങ്ങളോട് ചോദിക്കാൻ കർത്താവ് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ പൗലോസ് അപ്പോസ്തലൻ 14 ലേഖനങ്ങളും പോരാഞ്ഞിട്ട് പല പ്രസംഗങ്ങളും ഒക്കെ തൻ്റെ വഴിയായിട്ട് നമുക്ക് വേദപുസ്തകത്തിലുണ്ടല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എനിക്ക് സ്വർഗത്തിൽ ചെന്ന് സ്വർഗത്തിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം എന്നെ ആർക്കെങ്കിലും ഒന്ന് കാണിക്കാവോ? ശരീരം വിട്ട് എനിക്ക് സ്വർഗത്തിൽ പോയി സന്തോഷമായിട്ട് വാർക്കണമെന്നാണ് എൻ്റെ താല്പര്യം, ഇങ്ങനെ പറയുന്ന ഒരു വാക്യം ആർക്കെങ്കിലും കാണിക്കാമോ? കാണിക്കില്ല. സ്വർഗത്തെ കുറിച്ച് തനിക്ക് അറിവില്ലേ? ഉണ്ട്. പിന്നെ താൻ എന്താ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാഞ്ഞത്? താന് കാര്യങ്ങളെ എവാലുവേറ്റ് ചെയ്തു, വിലമതിച്ചു. വില കൂടിയതും കുറഞ്ഞതുമായിട്ട് താൻ കാര്യങ്ങളെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും വില കൂടിയ ഒന്ന് താൻ കണ്ടെത്തി. ഇങ്ങനെയുള്ള മഹാപുരോഹിതനെയാണ് നമുക്ക് വേണ്ടിയത്. നിർദോഷൻ, പവിത്രൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. സ്വർഗത്തെക്കാൾ ഉന്നതമായ ഒന്നുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? പൗലോസ് അത് നമ്മളോട് പറഞ്ഞു, ഉണ്ടെന്ന്. സ്വർഗത്തെക്കാൾ ഉന്നതൻ യേശുവാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകാൻ അല്ല താൻ ആഗ്രഹിക്കുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ദാറ്റ് ഈസ് ബെറ്റർ. സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും ബെറ്ററാണ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നതെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഈ ദർശനം നമ്മൾ പ്രാപിക്കണം. എനിക്കറിയില്ല ചരിത്രം എത്ര നാളിനി നീളുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ അറിയുന്നിടത്തോളം ഞാൻ നിങ്ങളോട് പറയാം, ഈ ലോകത്തിന് ഇനി അധിക നാട് നിലനിൽപ്പില്ല. പല കാരണങ്ങളാൽ. ഒന്നാമത്, മനുഷ്യനിർമ്മിതമായിരിക്കുന്ന രാഷ്ട്രങ്ങൾ ഭയങ്കരമായി പരാജയപ്പെട്ട് തറ പറ്റിയിരിക്കുന്നു. എല്ലാ ഗവൺമെന്റുകളും പരാജയപ്പെട്ടിരിക്കുന്നു. മതങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടിരിക്കുന്നു. വഴക്കിന്റെ തിരികത്തിക്കുന്ന ജോലിയായി ഇപ്പം മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടക്കുന്ന അനിഷ്ട സംഭവങ്ങളുടെ ബഹുഭൂരിപക്ഷത്തിന്റെ പിറകിൽ മതത്തിന്റെ കറുത്ത കൈകളാണ്. മതം പരാജയപ്പെട്ടിരിക്കുന്നു. കലാപരിപാടികൾ, മനുഷ്യന്റെ ബിസിനസ് രംഗം മുഴുവൻ മലീമസമായിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. അതങ്ങനെ. പിന്നെ നോക്ക്, ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച പ്രകൃതിയെ നോക്ക്. ഞാന് ഗൾഫില് ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു മോനൊക്കെ ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ, ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് ഭയങ്കര പഠനമാണ്. ഞാൻ അവൻ്റെ അമ്മയോട് ചോദിച്ചു, മോനെ പഠിക്കുന്നുണ്ടോ? അയ്യോ, അവൻ അതിൻ്റെ മുമ്പിൽ എഴുന്നേൽക്കായിരുന്നു.
ഞാൻ ചോദിച്ചു അവൻ എന്നെ അവൻ്റെ താല്പര്യം പഠിച്ചു കഴിഞ്ഞാൽ അവനോട് ചോദിക്കും വെച്ച് ചേർക്കണ. ഞാൻ ചോദിച്ചു മോനെ എന്താ പഠിക്കുന്നത്? അവൻ പഠിക്കുന്ന ഗ്രേഡൊക്കെ അവനോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു പഠിത്തമെല്ലാം കഴിഞ്ഞ് മോനെ എന്താ മോനെ താല്പര്യം, ഹോബി താല്പര്യം എന്താ? അപ്പോൾ അവനോട് പറഞ്ഞു കേൾക്കണോ, എനിക്ക് മാർസിൽ പോകണം. മാർസിൽ ചന്ദ്രനിലല്ല, ചൊവ്വായിലുമല്ല, വ്യാഴഗ്രഹത്തിൽ പോകണം. പിള്ളേരുടെ ആഗ്രഹമാണ്. ഭൂമി ജോലി നേരം ജീവിക്കാനല്ല, വ്യാഴത്തിൽ പോയി ജീവിക്കണമെന്ന്. എന്തിനാണെന്നറിയത്തില്ല, ഇങ്ങനെയുള്ള വ്യക്തമായ ചിന്തകൾ കൊണ്ട് തല നിറച്ചിരിക്കുക. വൈദ്യലോ പിന്നൊരിക്കൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ കേൾക്കണം, ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു, ഇന്ന് നമ്മൾ പോകാത്ത ഗ്രഹങ്ങളിലെല്ലാം നാളെ പോകുമെന്നൊക്കെ ഒരാൾ വമ്പ് പറഞ്ഞു. അപ്പൊ കേട്ട ഒരാൾ പറഞ്ഞിടോ എല്ലായിടത്തും പോകാനൊന്നും നമ്മളെ കൊണ്ട് ഒക്കുകയില്ല, സൂര്യനിൽ പോകാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ ചിന്തകൻ പറഞ്ഞേക്കണോ, സൂര്യനിൽ പോകാൻ ഒക്കുകയെന്ന് ആര് പറഞ്ഞോ, രാത്രി പോകണം. അപ്പൊ നമുക്ക് അതിന്റെ ചൂടും വെളിച്ചു വന്നു, ഒരു തടസ്സമായിട്ട് വരികയില്ല. ഈ തലമുറയെ സാത്താൻ കയ്യിലെടുത്തില്ല. ഇത് ശരിയാകണമെങ്കിൽ മുട്ടിന്മേൽ വീണ് നിലവിളിക്കണം. എൻ്റെ അറിവ് തെറ്റിപ്പോയി, എൻ്റെ വിദ്യാഭ്യാസം തെറ്റാണ്, ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തെറ്റാണ്. ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവഭക്തിയാണ് അറിവിന്റെ ആരംഭം ജ്ഞാനി കുറിച്ചു വെച്ചു. നമ്മുടെ ഈ കൺവെൻഷൻ ഫലമായിട്ട് ചിലരെങ്കിലും സത്യത്തിന്റെ ബോധത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ വരവ് ആഗതമായിരിക്കുന്നു. ഭൂവാനങ്ങൾ അത് വിളിച്ചു പറയുന്നു. സമുദ്രം നമുക്കെതിരായിട്ട് എഴുന്നേറ്റിരിക്കുന്നു. സൂര്യനും ഭൂമിയുമായിട്ടുള്ള അതേ ബന്ധങ്ങളെല്ലാം മിക്കവാറും വഷളായി തീർന്നിരിക്കുന്നു. ആഗോള തലത്തിൽ തന്നെ മനുഷ്യന്റെ ആശ അസ്തപ്രായമായി തീർന്നിരിക്കുകയാണ്. നിരാശപ്പെടേണ്ട. ഇനി ഒരു പുതിയ ഗോളം സൃഷ്ടിച്ച് ഒരു പുതിയ ലോകം ഉളവാക്കി നമുക്ക് വേണ്ടി നല്ലൊരു വ്യവസ്ഥിതി നൽകുവാൻ നമ്മുടെ കർത്താവ് വരുവാൻ സമയം ഏറ്റുപടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒടുവിൽ ഒരു വാക്യം പറഞ്ഞു വന്ന് എൻ്റെ പ്രസംഗം നിർത്താൻ പോവുകയാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥനാ വാചകം അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറയാമോ? വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന, ആമേൻ തവ യേശുവേ വേഗമെന്നില്ല, വന്നമേ, ആമേൻ തവ യേശുവേ വന്നമേ. അത് കഴിഞ്ഞ് വേറെ പ്രാർത്ഥനയൊന്നുമില്ല. അവൻ്റെ വരവല്ലാതെ വേറെ ഗതിയൊന്നുമില്ല. ഇനി നമ്മുടെ ഏക പ്രത്യാശ അതാകട്ടോ. അതിനുവേണ്ടി കാത്തിരിക്കണം. അവൻ്റെ മുമ്പിൽ വില പോകാത്തൊക്കെ കളയണം. അവൻ്റെ കൽപ്പനകൾ അനുഷ്ഠിച്ച് ഒരുങ്ങി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വട്ടം കൂടി നമുക്ക് കൈകളെ ഉയർത്താം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി വരെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പന്തലിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ക്രിസ്തു എന്ന തലയോ അവനോട് ചേരുവാൻ സ്വയം ഏൽപ്പിച്ചോ. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരത്തു പാടിയാക്കുമേ, അന്നു തന്റെ ശുദ്ധരത്തു പാടിയാക്കുമേ. ഓ എന്ന് നീക്കു സാധ്യമോ മകൾ സമ്മേളനം, എന്ന് നീക്കു സാധ്യമോ മകൾ
എത്ര ഭാഗ്യമേ. ഓ എന്നു തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ. അന്നു മാറും എന്റെ ദുഃഖം. ഓ എന്നു തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ. അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരത്ത് പാടിയാകുമേ. അന്നു തന്റെ ശുദ്ധരത്ത് പാടിയാകുമേ. എന്തെനിക്കു സാധ്യമോ പകൽ സമ്മേളനം. എന്തെനിക്കു സാധ്യമോ പകൽ സമ്മേളനം. ഓ യേശുവോട് ചേർന്ന് പരത്ര ബോധമേ. യേശുവിനാൽ ജീവിക്കുന്നത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്ന് പരത്ര ബോധമേ. യേശുവിനാൽ ജീവിക്കുന്നത്ര ഭാഗ്യമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനിലൂടെ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ദൈവികാലോചന ഇന്ന് രാത്രിയിൽ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യത്തെ ആസ്പദമാക്കി അനേക ആത്മീയ ചിന്തകൾ ഈ രാത്രിയിൽ നാമുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്നുകൂടെ പരിശോധിക്കുവാൻ ഈ യുഗങ്ങൾ അവസാനിക്കാറായി. നമ്മുടെ കർത്താവിന്റെ വരവേറ്റവും സമീപമായിരിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ശക്തമായിരിക്കുന്ന ആഹ്വാനം ഇന്ന് രാത്രിയിൽ ദൈവഭക്തിയിലൂടെ നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നല്ലോ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ എന്ന് യോഹന്നാൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുന്നവരായി, അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി നമുക്ക് തീരുവാനിടയാകട്ടെ. ഈ രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും ദൈവവചനത്തിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് നൽകി തരികയും ചെയ്ത ബഹുമാനപ്പെട്ട കാനമച്ചനോടുള്ളതായിരിക്കുന്ന പ്രത്യേകം നന്ദി ഈ കൺവെൻഷന്റെ പേരിൽ അറിയിക്കുന്നു.